ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 30 വെള്ളി, റമളാൻ 18. വാർത്തകൾ വായിക്കുന്നത് ബൽക്കീസ് സക്കരിയ. അബുദാബിയിൽ സന്ദർശക വിസക്കാർക്ക് കടുത്ത നിയന്ത്രണം. റെഡ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ICA അനുമതി വേണം. ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് ബഹ്റൈൻ വിലക്കേർപ്പെടുത്തുമെന്ന് സൂചന. സ്വദേശീവൽക്കരണം. കുവൈത്തിൽ സർക്കാർ മേഖലയിൽ 1840 വിദേശ ജീവനക്കാരെ പിരിച്ചുവിടും. ദുബായിലെ പൊതുപാർക്കുകളിൽ ഇനി മുതൽ സ്കൂട്ടറുകൾക്ക് പ്രവേശനാനുമതിയില്ല. ഗിന്നസ് റെക്കോർഡ്. മൊസൈക്കിൽ വമ്പൻ പതാക തീർത്ത് UAE. കുവൈത്ത് ഷുവൈക്കിൽ റെയ്ഡ്. പഴകിയ മാംസം പിടിച്ചെടുത്തു. സൗദിയിൽ പെരുന്നാൾ ദിനത്തിൽ ലോക്ക്ഡൌണിന് സാധ്യതയില്ല. ഖത്തറിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ PM മുബാറക്കിന്റെ ഭാര്യ അന്തരിച്ചു. സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച തിരുവനന്തപുരം സ്വദേശിയുടെ മൃതദേഹം കബറടക്കി. ഇന്ത്യയിൽ അന്താരാഷ്ട്ര വിമാന വിലക്ക് മെയ് 31 വരെ നീട്ടി. വാക്സിൻ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. മുൻ ഇന്ത്യൻ സ്ഥാനപതി അശോക് അംബ്രോഹിയുടെ മരണം ചികിത്സ കിട്ടാതെയെന്ന് കുടുംബം. Al Raza, capturing your best moments. Alivia Medical Center, Al Mashaf near Grand Hypermarket. Wellness in reach. Nice water. Drink nice. Feel nice. Star Tech Store, Qatar's one-stop shop. വാർത്തകൾ വിശദമായി. സന്ദർശക വിസക്കാർക്ക് അബുദാബിയിലേക്കുള്ള പ്രവേശനം കൂടുതൽ കർശനമാക്കി. ഇന്ത്യ അടക്കം റെഡ് രാജ്യങ്ങളിൽ നിന്ന് സന്ദർശക വിസയിലെത്തുന്നവർക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. എന്നാൽ ഗ്രീൻ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് അബുദാബിയിലെത്താൻ തടസ്സമില്ല. റെഡ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ICA അനുമതിയും യാത്രയ്ക്ക് 96 മണിക്കൂറിനകം എടുത്ത QR കോഡ് സഹിതമുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. അബുദാബിയിൽ 10 ദിവസത്തെ നിർബന്ധിത ക്വാറന്റീൻ ഉണ്ട്. മറ്റ് എമിറേറ്റുകൾ വഴി വരുന്നവർ ക്വാറന്റീൻ കഴിഞ്ഞു വരുന്നതാകും ഉചിതം. അല്ലെങ്കിൽ അബുദാബിയിൽ ക്വാറന്റീനിൽ കഴിയേണ്ടി വരും. ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് ഏത് സമയത്തും ബഹ്റൈൻ വിലക്കേർപ്പെടുത്തുമെന്ന് സൂചന. ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും ഉടൻ നിർത്തിവെക്കണമെന്ന് ബഹ്റൈൻ സർക്കാരിൽ സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ്. പാർലമെന്റിലെ ജനപ്രതിനിധികൾ ഇതിനായി സർക്കാർ മുമ്പാകെ അടിയന്തര നിർദ്ദേശം സമർപ്പിച്ചു. ഇന്ത്യയിൽ രൂക്ഷമാകുന്ന കോവിഡിന്റെ 2ാം തരംഗത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ ബഹ്റൈനാവില്ല. ഇന്ത്യയുമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൗഹൃദമുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും വേഗത്തിൽ നടപടി വേണമെന്നുമാണ് പാർലമെന്റിലെ ഫസ്റ്റ് ഡെപ്യൂട്ടി മേധാവി അബ്ദുൽ നബി സൽമാൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് പുതിയ നിബന്ധനകൾ ബാധകമാക്കിയിട്ടുണ്ടെങ്കിലും അത് പോരെന്നാണ് MPമാർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ 48 മണിക്കൂറിനിടെ പരിശോധന നടത്തി കോവിഡിലെന്ന നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. ഒറിജിനൽ വെരിഫൈ ചെയ്യുന്നതിനായി QR കോഡുള്ള PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. കൂടാതെ പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗദിയിൽ അടിയന്തരമായി എത്തേണ്ടവർ ആശ്രയിക്കുന്ന ഏക റൂട്ടാണ് ബഹ്റൈൻ. അതുകൊണ്ട് തന്നെ സൗദിയിലേക്ക് മടങ്ങാനിരിക്കുന്ന പ്രവാസികളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നതാണ് ബഹ്റൈനിൽ നിന്നുള്ള ഈ വാർത്ത. ഖത്തറിലെ പ്രമുഖ മിനറൽ വാട്ടർ കമ്പനിയിൽ നിന്ന് ആകർഷകമായ പാക്കേജിൽ ഡെലിവറി ചാർജുകളില്ലാതെ വെള്ളം നിങ്ങളുടെ വീടുകളിലോ ഓഫീസുകളിലോ എത്തിക്കാൻ ബന്ധപ്പെടൂ 30093100 or visit us at nicewaterqatar.com. Nice water. Drink nice. Feel nice. കുവൈത്തിൽ സ്വദേശീവൽക്കരണത്തിന്റെ ഭാഗമായി സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന 1840 വിദേശികളെ ഈ വർഷം പിരിച്ചുവിടും. ഇതിനകം പിരിച്ചുവിട്ട 6127 പേർക്ക് പുറമെ മന്ത്രാലയങ്ങളിലും വിവിധ സർക്കാർ വകുപ്പുകളിലും ഉൾപ്പെടെ ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിടാനാണ് സിവിൽ സർവീസ് കമ്മീഷന്റെ തീരുമാനം. സർക്കാർ സർവീസിൽ 3,08,000 സ്വദേശികൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് സിവിൽ സർവീസ് കമ്മീഷനിൽ തൊഴിൽ വിഭാഗം ഡയറക്ടർ ഇൻചാർജ് ആയിഷ അൽ മുത്തവ വ്യക്തമാക്കി. എന്നാൽ 71,000 വിദേശികളാണ് നിലവിൽ പൊതുമേഖലയിലുള്ളത്. അവരിൽ 31,000 പേർ ആരോഗ്യ മന്ത്രാലയത്തിലും 24,000 പേർ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലുമാണ്. സിവിൽ സർവീസ് കമ്മീഷനിൽ നിലവിൽ 917 സ്വദേശികളും 37 വിദേശികളും ജോലി ചെയ്യുന്നുണ്ട്. സേവന മേഖലയിലും മറ്റും PRO, ഡ്രൈവർ തുടങ്ങിയ തസ്തികകളിൽ 6,000 വിദേശികളുണ്ട്. പൊതുമേഖലയിലുള്ള വിദേശികളിൽ 9,000 പേർ എഞ്ചിനീയർ, ലീഗൽ, അക്കൗണ്ടന്റ്, സയൻസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. അത്തരം തസ്തികകളിൽ സ്വദേശീവൽക്കരണ പ്രക്രിയ വൈകാതെ ഉണ്ടാകും. ഇനി മുതൽ ദുബായിലെ പൊതുപാർക്കുകളിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് പ്രവേശനാനുമതിയില്ല.
തലങ്ങും വിലങ്ങും സ്കൂട്ടറുകളുമായി കറങ്ങുന്നത് അപകടങ്ങൾക്കും നിരവധി പരാതികൾക്കും ഇടയാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അതിനാൽ ഒരുതരം ഇലക്ട്രിക് സ്കൂട്ടറുകളും പൊതുപാർക്കുകളിൽ കയറ്റില്ലെന്നാണ് തീരുമാനം. അപകടങ്ങൾ തടയാൻ ഈ നീക്കം സഹായിക്കുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി ട്വിറ്ററിലൂടെ അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബറിലാണ് എമിറേറ്റിൽ ഈ സ്കൂട്ടറുകൾ അനുവദിച്ച് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ ദുബായിലെ 5 ജില്ലകളിൽ മാത്രമാണ് ഈ സ്കൂട്ടറുകൾ അനുവദിച്ചിട്ടുള്ളത്. അതേസമയം സൈക്ലിംഗ് ട്രാക്കുകളുള്ള പാർക്കുകളിൽ സൈക്കിൾ പ്രവേശിപ്പിക്കുന്നതിന് തടസ്സമില്ല. 15 കിലോമീറ്ററാണ് സൈക്കിൾ യാത്രക്കാർക്കുള്ള പരമാവധി വേഗപരിധി. സന്ദർശകർ പാർക്കുകളിലെ സൈക്കിൾ ട്രാക്കുകളിൽ നടക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. മൊസൈക്കിൽ വമ്പൻ പതാക തീർത്തുകൊണ്ട് മറ്റൊരു ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി UAE. 498.33 സ്ക്വയർ മീറ്ററിലാണ് പതാക തയ്യാറാക്കിയിട്ടുള്ളത്. അൽവാസൽ ജില്ലയിലെ പോലീസ് അക്കാദമിയിലാണ് കൂറ്റൻ ഫ്ളാഗ് ഒരുക്കിയത്. ഡിസംബറിൽ നടന്ന UAEയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ഫുഡ് പ്രൊഡക്റ്റ് കമ്പനിയുടെയും ഒയാസിസ് വാട്ടറിന്റെയും സഹകരണത്തോടെ നെഫ്സി ഇ-കൊമേഴ്സ് കമ്പനിയാണ് ഇത്തരത്തിലൊരു ഉദ്യമത്തിന് മുൻകൈയെടുത്തത്. റെഡ് ക്രസന്റ്, ദുബായ് ഭരണകൂടം, ഇസ്ലാമിക കാര്യവകുപ്പ് എന്നിവയുടെ സഹകരണവുമുണ്ട്. കോവിഡിൽ സാമ്പത്തിക പ്രയാസം നേരിടുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും സഹായിക്കുകയാണ് ലക്ഷ്യം. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 403-998-77 or 666-14796. അൽറാസ, capturing your best moments. കുവൈത്ത് ഷുവൈക്കിൽ വാണിജ്യ മന്ത്രാലയവും ജനറൽ ഫുഡ് അതോറിറ്റിയും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ 4000 കിലോ പഴകിയ മാംസം പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കൾ നശിപ്പിക്കുന്നതിനും നിയമലംഘകർക്കെതിരെ ശിക്ഷ ചുമത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചതായും ജനറൽ ഫുഡ് അതോറിറ്റി അറിയിച്ചു. മാംസം പിടിച്ചെടുത്ത സ്ഥാപനം ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്നുണ്ടെങ്കിലും സൗദി അറേബ്യയിൽ റമളാനിലോ പെരുന്നാൾ ദിനത്തിലോ ലോക്ക്ഡൌൺ നടപ്പാക്കാൻ നീക്കമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ അലി അറിയിച്ചു. നാം നടപ്പാക്കിയ കരുതൽ പ്രവർത്തനങ്ങൾ കാരണം കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വാക്സിനേഷൻ പൂർത്തിയാകുന്നതോടെ കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് രാജ്യം കരകയറും. എല്ലാവരും കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രാലയം സജ്ജമാക്കിയ സ്ഥലങ്ങളിൽ അവ യഥേഷ്ടം ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ PM മുബാറക്കിന്റെ ഭാര്യ നാജിയ മുബാറക് ഹൃദയാഘാതം മൂലം മരിച്ചു. 55 വയസ്സായിരുന്നു. ഗുരുതരമായി കോവിഡ് ബാധിച്ച് കഴിഞ്ഞ 1 മാസത്തോളമായി ഇവർ ഹമദ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് വെളുപ്പിന് 3 മണിക്ക് ഹമദ് ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണമെന്ന് മുബാറക് അറിയിച്ചു. KMCC മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് മുൻ ഉദ്യോഗസ്ഥനുമായിരുന്നു ഭർത്താവ് മുബാറക്. കഴിഞ്ഞ 35 വർഷമായി ഖത്തറിലുള്ള ഇവർ മുബാറക്കിനൊപ്പം വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. ആലപ്പുഴ കണ്ടത്തിൽ മുഹമ്മദ് ഹസന്റെ മകളാണ് നാജിയ. മക്കൾ നാദിയ, ഫാത്തിമ, മരുമക്കൾ മുഹമ്മദ് ഷമീൻ, മുഹമ്മദ് പർവീസ്. Star Tech Store, Qatar's one-stop shop for mobiles, computers, electronic accessories and much more. For online purchase, visit www.startechstore.com. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ചു മരിച്ച മലയാളിയുടെ മൃതദേഹം കബറടക്കി. തിരുവനന്തപുരം വെള്ളൂർ കൊയ്തൂർക്കോണം DD ഹൌസിൽ ദിൽഷാദിന്റെ മൃതദേഹം ബുധനാഴ്ച ദമാം മക്ബറയിൽ കബറടക്കി. ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് കോവിഡ് ബാധിതനാണെന്ന് മനസ്സിലായത്. തുടർ ചികിത്സയ്ക്ക് ചൊവ്വാഴ്ച ദമാം സെൻട്രൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അന്നു തന്നെ മരിക്കുകയായിരുന്നു. ദമാമിലെ ഒരു ബക്കാലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. രാജ്യത്തെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര വിമാന വിലക്ക് വീണ്ടും നീട്ടിയതായി ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം. മെയ് 31 വരെയാണ് വിലക്ക് നീട്ടിയിരിക്കുന്നത്. ഇന്ത്യയുമായി 28 രാജ്യങ്ങൾക്ക് എയർ ബബിൾ കരാറുണ്ട്. ഈ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെടില്ല. കൂടാതെ കാർഗോ വിമാനങ്ങൾക്കും DGCA അനുമതി നൽകുന്ന പ്രത്യേക വിമാനങ്ങൾക്കും വിലക്കുണ്ടാവില്ല. വാക്സിന് 2 വില നിർണ്ണയിക്കേണ്ട സാഹചര്യം എന്തെന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ച് സുപ്രീം കോടതി. സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ കിട്ടുന്നതിൽ തുല്യത എങ്ങനെ ഉറപ്പാക്കുമെന്ന് സംശയം ഉന്നയിച്ച കോടതി വാക്സിൻ ഉൽപ്പാദനം കൂട്ടാൻ സർക്കാർ നേരിട്ട് പണം നിക്ഷേപിക്കണമെന്നും നിർദ്ദേശിച്ചു. കൂടാതെ വാക്സിൻ ഉൽപ്പാദനത്തിന് എന്തിനാണ് 4500 കോടി കമ്പനികൾക്ക് നൽകിയതെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇത് ഉൽപ്പാദിപ്പിക്കാമായിരുന്നല്ലോ എന്നും അമേരിക്കയേക്കാൾ കൂടുതൽ വില എന്തിന് ഇന്ത്യയിൽ വാക്സിന് നൽകണമെന്നും കോടതി ആരാഞ്ഞു. സർക്കാരിനെ സഹായിക്കാനാണ് ശ്രമമെന്നും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനാണ് ഈ ഇടപെടലെന്നും കോടതി വ്യക്തമാക്കി. വാക്സിൻ വില കമ്പനികൾക്ക്
വിട്ടുകൊടുക്കരുതെന്നും മറ്റു പ്രതിരോധ കുത്തിവയ്പ്പുകൾ പോലെ ഇതും സൗജന്യമാക്കാൻ ആലോചിക്കണമെന്നും നിർദ്ദേശിച്ചു. കൂടാതെ ഓക്സിജൻ ലഭ്യമാക്കിയതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്താമോ എന്ന് സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ചു. ഓക്സിജൻ ടാങ്കറുകൾ എത്തിക്കാനുള്ള ദേശീയ പദ്ധതി എന്താണെന്നും അങ്ങനെയൊരു പദ്ധതിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ അറിയിച്ചില്ലെന്നും ചോദിച്ചു. നിർബന്ധിത പാറ്റന്റ് നൽകി വാക്സിൻ വികസനത്തിന് നടപടിയെടുത്തുകൂടെയെന്നും കേന്ദ്ര സർക്കാരിന് തന്നെ 100% വാക്സിനും വാങ്ങി വിതരണം ചെയ്തുകൂടെയെന്നുമുള്ള ചോദ്യങ്ങൾ കോടതി നിരത്തി. മാത്രമല്ല, സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ കിട്ടുന്നതിൽ തുല്യത എങ്ങനെ ഉറപ്പാക്കുമെന്ന് കോടതി ആരാഞ്ഞു. Alivia Medical Center, Al-Mashaf near Grand Hypermarket. Wellness in Reach. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 44419999. മുൻ ഇന്ത്യ സ്ഥാനപതിയായ അശോക് അംറോഹിയുടെ മരണം ചികിത്സ കിട്ടാതെയെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. ആശുപത്രിയിൽ ചികിത്സയ്ക്കായി 5 മണിക്കൂറോളം കാത്തുനിന്ന് ചികിത്സ കിട്ടാതെ കാറിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മൊസാംബിക്, അൾജീരിയ, ബ്രൂണൈ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിയായിരുന്ന അശോക് അംറോഹി മരിച്ചത് ഈ മാസം 27 രാത്രിയോടെയാണ്. ആശുപത്രിക്ക് പുറത്ത് കിടക്ക ലഭിക്കാൻ 5 മണിക്കൂറോളം കാത്തുനിന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പലതവണ അഭ്യർത്ഥിച്ചിട്ടും ഗുരുഗ്രാമിലെ മേദാന്ത അധികൃതർ പ്രവേശിപ്പിച്ചില്ല. ശ്വസിക്കാൻ ബുദ്ധിമുട്ടനുഭവപ്പെടുകയും അതോടെ ഒരു ഓക്സിജൻ സിലിണ്ടർ ലഭ്യമാക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും ആശുപത്രിയുടെ കാർ പാർക്കിംഗിൽ കാറിൽ വെച്ച് ഹൃദയാഘാതം വന്ന് അദ്ദേഹം മരിക്കുകയായിരുന്നുവെന്നാണ് കുടുംബം വ്യക്തമാക്കിയത്. അശോക് അംറോഹിയുടെ മരണത്തിൽ നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം അറിയിച്ചിരുന്നെങ്കിലും കുടുംബത്തിന്റെ ആരോപണത്തിൽ ഇതുവരെ അദ്ദേഹം പ്രതികരിച്ചില്ല. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 14 പൈസ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.